അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും മാറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് റീന. ഞാൻ കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫൊറോന ഇടവാംഗമാണ്. എൻ്റെ മകൻ ജോൺ, എൻ്റെ മോള് ക്രിസി. ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് പള്ളിയിൽ വരുന്ന പത്രം കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ വെച്ച് എന്നും ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഇതൊക്കെ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മാതാവിനെക്കുറിച്ച് കുറേ നാളായി ഇങ്ങനെ അറിഞ്ഞ് ഞാൻ ഇരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നാലും മാതാവിൻ്റെ അടുത്തേക്ക് വരാനുള്ള വഴിയൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കും, പുസ്തകത്തിൽ എഴുതി വയ്ക്കും. പിന്നെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പുസ്തകം അവിടെ ഇരുന്ന് തന്നെ ഞാൻ എഴുതി വീട്ടിൽ കൊണ്ടുവന്ന് രൂപത്തിൻ്റെ അവിടെ വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കായിരുന്നു. 5 മണിക്ക് എഴുന്നേക്കും, 5:30 തുടങ്ങി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന എന്നും മുടങ്ങാണ്ട് ഞാൻ എത്തിക്കാറുണ്ട്. എൻ്റെ അസുഖത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. എനിക്ക് ഭയങ്കര ഒരു അസുഖമുണ്ടായിരുന്നു. എൻ്റെ മൂലക്കുരുവിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. ആ ഡോക്ടർ അപ്പം മൂലക്കുരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ ഈ ഭയങ്കര ബ്ലീഡിങ്. അപ്പം ഗർഭപാത്ര ചേച്ചിക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പോൾ പറഞ്ഞു ഒന്നും തോന്നാറില്ല, ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ചേച്ചിയുടെ മുടി കൊഴിയാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കട്ടിയുള്ള മുടിയായിരുന്നു, ആ മുടിയൊക്കെ കൊഴിഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ HB4, ഗർഭപാത്രത്തിൽ നിറച്ച് മുഴകളും ഗ്രോത്ത് ഫ്ലൂയിഡ്, അങ്ങനെ കുറേ രോഗങ്ങൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര രോഗങ്ങളാണല്ലോ, ഇതെന്താ ഇത്രയും നാളും പറയാണ്ടിരുന്നത്, ഈ ബ്ലീഡിങ്ങൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ച് കുറേ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. പിന്നെ വിഷമമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഭയങ്കര രോഗമാണ്, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മൂലക്കുരുവിൻ്റെ അസുഖം മാറാനായിട്ട് അവർ നിന്നു. മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ചേട്ടനും കൂടി ആശുപത്രി പോയി ചെന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ക്യാൻസറിൻ്റെ ടെസ്റ്റായിരുന്നു. ആ ക്യാൻസറിൻ്റെ ടെസ്റ്റാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ, ഇങ്ങനെ വീട് മുഴുവൻ ഭയങ്കര വിഷമായി. അപ്പനും മക്കൾക്കും എല്ലാവർക്കും വിഷമായി. ദൈവമേ, അമ്മയ്ക്ക് ഇങ്ങനെ രോഗം വന്നില്ല ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പം ഞാനും ചേട്ടനും കൂടിയും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോണ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പം ഈ കുടുംബയോഗത്തിൻ്റെ മാതാവ്, വലിയ രൂപമുള്ള മാതാവ് കുടുംബയോഗത്തിൽ, എൻ്റെ കുടുംബയോഗം അന്ന് അവിടെയായിരുന്നു ആ മാസത്തിൽ. അപ്പം മാതാവ് ഒരു മാസം ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നു. ആ സമയത്താണ് ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ ടെസ്റ്റിന് പോയി. അപ്പം ഞാൻ മാതാവിനോട് പോണേക്കാൾ മുമ്പ് എൻ്റെ മോൻ പറഞ്ഞു, അമ്മ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. അതിന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങളിങ്ങനെ ആശുപത്രി ഞാനിങ്ങനെ ആശുപത്രി പോകുമ്പോൾ എൻ്റെ 2 അമ്മമാരും കൂടെ വരാറുണ്ട്. ഇത് ഗർഭപാത്രം തൊട്ടാന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോണതാണ്. അപ്പോൾ അമ്മ കൂടെ വരണം കേട്ടോ, കൂടെ വരില്ലേന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഉമ്മ കൊടുത്താണ് പോയി അവിടെ ചെന്ന് ഇങ്ങനെ ആദ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടണില്ല. അത് കഴിഞ്ഞ് 2ാമത് ടെസ്റ്റിന് ആരംഭിച്ചു. ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഡോക്ടർമാരെ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ വിളിച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് എൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ ഭയങ്കര വിശർത്ത് കുളിച്ച് ഭയങ്കര പ്രഷറൊക്കെ ഇങ്ങനെ കുറഞ്ഞു ഡോക്ടർ പറഞ്ഞു, പ്രഷറൊക്കെ കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ ഭയങ്കര വിഷമത്തിലിരിക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡോക്ടർമാർക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല, തെന്നി പോണു. രണ്ടാമത്തെ ഒരു നല്ല പൊക്കളൊരു ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഭയങ്കര അസ്വസ്ഥതകൾ വന്നത്. അപ്പോൾ ഡോക്ടർ, എന്താണോ ഈ കൊച്ചിന് ഭയങ്കര അസ്വസ്ഥതകളാണല്ലോ വന്നത്, ഇങ്ങനെ പ്രഷർ കുറഞ്ഞു പോയോ എന്ന് പറഞ്ഞു. പിന്നെ 2-3 ഡോക്ടർമാരൊന്ന് എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണ് മുഴുവൻ നിറഞ്ഞിങ്ങനെ ഒഴുകാണ്. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ, ഇച്ചിരി വേദനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നോട് ഇങ്ങനെ വർത്തമാനം പറയണം, ചേച്ചിക്ക് പ്രസവമായിരുന്നോ അതേ സിസേറിയനാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസവമായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ടെസ്റ്റിന് എടുത്തപ്പോൾ എനിക്കൊരു വേദന പോലും ഉണ്ടായില്ല. പക്ഷേ ആ ടെസ്റ്റിന് നല്ല വേദന എടുക്കുന്ന ടെസ്റ്റായിരുന്നു. ഞാനിങ്ങനെ അപ്പോൾ ടെസ്റ്റിന് എടുക്കുകയാണ്. ആ സമയത്ത് ഈ ഡോക്ടർ വന്നപ്പോൾ തന്നെ എൻ്റെ മാതാവ് എൻ്റെ ഈ വലതുവശത്ത് വന്ന് നിന്നു. ആ ഗർഭപാത്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സൂൺ ചെയ്ത് നോക്കണത് ഞാൻ കണ്ടു. ഞാൻ മാതാവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ തല വെട്ടിച്ചിങ്ങനെ നോക്കി പിന്നെ
എനിക്ക് എൻ്റെ കണ്ണീന്നൊക്കെ കണ്ണീരിങ്ങനെ കുറേ ഇങ്ങനെ ഒഴുകണം. അപ്പോൾ ചേച്ചി എന്തിനാ കരയണേ, ചേച്ചി എന്തിനാ കരയണേന്ന് വെച്ചു. അപ്പോൾ വേദന എടുക്കണമെന്ന് വെച്ചാൽ വേദന എടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, അമ്മ വന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അമ്മ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ചേച്ചിക്ക് ഒരു രോഗങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നും പറഞ്ഞ് കൈത്തട്ടി ചേച്ചി സമാധാനിച്ച് വീട്ടിൽ പോയിക്കോ എന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് സമാധാനം ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് അറിയാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിക്കാൻ ആദ്യം ഡോക്ടർ പറഞ്ഞു, വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ആളെയും കൊണ്ട് വന്നാലേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പേടിയായി, ഇനി ദൈവമേ ഇനി വേറെ രോഗങ്ങളൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞ് പേടിച്ചു. ഞാനും ചേട്ടനും കൂടിയും പിറ്റേ ദിവസം തന്നെ രാവിലെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ, ടെൻഷനൊന്നും അടിക്കേണ്ട, വിഷമിക്കണ്ട, വേറെ എന്തോ ഹോർമോണിൻ്റെ എന്തോ ഇതും കൊണ്ട് വന്നേക്കുന്നതാണ്, ചേച്ചി പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് എനിക്ക് ഈശോ പൂർണ്ണ സൗഖ്യം നൽകി. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ വിറക് കൊണ്ടുവരായിരുന്നു. വിറക് കൊണ്ടുവരുന്ന സമയത്ത് ഈ തെങ്ങിൻ്റെ മുട്ടിയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഈ മുട്ടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പൂപ്പലൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നാണോ എവിടെ നിന്നോ ഒരു മൂർഖൻ ഞങ്ങൾ വലിയ മുട്ടിത്തടി ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് കൊണ്ടുവന്നത്, ഇങ്ങനെ അവർ കീറിയിട്ട ഇത്. എന്നിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കളും ഞാനും എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചേട്ടൻ അതിങ്ങനെ കൊട്ടിക്കൊടഞ്ഞ് ഞങ്ങൾക്ക് തരും, ഞങ്ങളത് വീട്ടിൽ കൊണ്ടിടും. അങ്ങനെയായിരുന്നു. അങ്ങനെ കൊണ്ടിട്ട സമയത്ത് എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 25 ഈ രോഗം കഴിഞ്ഞ പിന്നെയാണ് വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ ഈ കാശുരൂപം എന്നും എൻ്റെ നെഞ്ചിൽ കുത്തി വെച്ചിട്ട് ഞാൻ നടക്കാറുള്ളൂ. എവിടെ പോയാലും വീട്ടിലൊക്കെ ഈ നെഞ്ചിൽ കാശുരൂപം ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മക്കളിങ്ങനെ വിറകെടുത്തുകൊണ്ടൊന്ന് വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഈ വിറകിൻ്റെ ഉള്ളിൽ നിന്നാണോ എവിടെ നിന്നോ ഒരു മൂർഖൻ അവിടെ മുറ്റത്ത് കിടന്ന് വലിയ മൂർഖൻ അങ്ങനെ നടക്കണു. അപ്പോൾ ഓടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും ഇളയ കൊച്ചു പറഞ്ഞു, അമ്മേ മുറ്റത്ത് പാമ്പമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് മുറ്റത്ത് മോനത് മറ്റേ ഇരുതലമൂരി ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ല അമ്മ വലിയ പാമ്പാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ ആ വിറകിട്ടുണ്ട് ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ വലിയ മൂർഖൻ ചെടിയുടെ ഉള്ളിലിരിക്കണു. പിന്നെ എല്ലാവരെയും വിളിച്ചു, അയൽവക്കക്കാരൊക്കെ വിളിച്ചു. എൻ്റെ മാതാവ് എൻ്റെ മക്കളെയും എന്നെയും അതിൽ നിന്ന് സംരക്ഷിച്ചു. ഈ ഇതിൻ്റെ ഒരു ഉപദ്രവമൊന്നും കൂടാണ്ട് അതിൽ നിന്ന് സംരക്ഷിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മാതാവ് എനിക്ക് തരാറുണ്ട്. ഞാൻ എപ്പോഴും മാതാവിൻ്റെ തൈലും ഉപ്പൊക്കെ ഇട്ട് മക്കൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് എവിടെ പോയാലും. പിന്നെ ഇതെൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അവൻ്റെ കല്യാണം എന്താ നടക്കാത്ത ഈശോയെ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇങ്ങനെ കല്യാണങ്ങൾ വരുമ്പോൾ ഇങ്ങനെ തടസ്സപ്പെട്ട് പോകണം. അപ്പം എൻ്റെ മോനിനി കല്യാണം ഉണ്ടാവില്ല ഈശോയെ എന്നൊക്കെ ചോദിച്ച് ഞാനിവിടെ വരാറുണ്ട്, എല്ലാ മാസവും വരാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് ദൈവം ഇപ്പം ഈ മെയ് 23 ഇവരുടെ കല്യാണം നടത്തി തന്നു. നല്ല പ്രാർത്ഥനയുള്ള മോളും നല്ല കുടുംബവും എല്ലാം കൊണ്ടും ഈശോ എനിക്ക് നല്ല ഒരു മക്കളെ എനിക്ക് നൽകി തന്നു. പിന്നെ എൻ്റെ മോൾക്കും ഞാനിവിടെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റേതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മോളുടെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ അതിന് കൊച്ചുണ്ടായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് പോവാറുണ്ട്. എല്ലാ മാസവും വരും. പിന്നെ എന്നിലാവുന്ന പോലെ എല്ലാവരും ഞാൻ സഹായിക്കാറുണ്ട്. ശാരീരികമായും എന്നിലുള്ള പോലെ ഞാൻ എല്ലാവർക്കും സഹായിക്കാറുണ്ട്. ഇത്രയും നൽകിയ എൻ്റെ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്യാറുണ്ട്. എന്നിൽ കിട്ടുന്ന പോലെയുള്ള കാശ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഞാൻ എല്ലാവർക്കും സഹായിക്കാറുണ്ട്. പിന്നെ പത്രം ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മേടിച്ച് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. കുർബാന എല്ലാ ദിവസവും പള്ളിയിൽ പോവും. മാസത്തിൽ ഒരു പ്രാവശ്യം കുംസാരിക്കും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛൻ്റെ ടോക്കും കേൾക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാണ്ട് കേൾക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞാൻ ചെയ്തു പോരുന്നു. ബൈബിള് വായിക്കാറുണ്ട്. ബൈബിള് വായിക്കാൻ എനിക്ക് ഇത്തിരി തടസ്സങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും ഞാനത് ബൈബിള് വായിക്കാറുണ്ട്. അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ ഞാൻ വായിക്കാറുണ്ട്. കൊന്ത ചെല്ലാറും എല്ലാം ഞാൻ എന്നിലാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയോടും മാതാവിനോടും ചെയ്ത് ഞാൻ മരണം വരെ എനിക്ക് ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനെ കണ്ടു പോകാനൊക്കെ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും നൽകിയ ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയാണ്. ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും. അവൻ ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 5-6 വചനങ്ങളാണ്. കൃപാസനം ഉടമ്പടിയിൽ
ദൈവം നമ്മുടെ ജീവിതത്തിൽ തുഷാര ബിന്ദു പോലെയാണ് കൃപ നൽകുന്നത്. നമ്മുടെ ജീവിതം ലില്ലി പോലെ പുഷ്പിക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു പുതിയ ആത്മീയതയിലേക്ക് വിരിയുവാനായിട്ട് തുടക്കമാണ്. ഒരു ബയലാട്രൽ റിലേഷൻഷിപ്പാണ്, ഒരു ആത്മീയ ബന്ധത്തിലേക്കാണ് നാം ഉടമ്പടിയിലേക്ക് വരുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുള്ള ഒരു ബന്ധം. നമ്മുടെ പ്രതിസന്ധികൾ എന്തൊക്കെയായാലും, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും ജോലിയില്ലായ്മ എന്തൊക്കെയായാലും ഉടമ്പടിയിൽ നമുക്കൊരു പുതിയ ഒരു ഉണർവാണ് നമുക്ക് ലഭിക്കുന്നത്. ഇലവ് പോലെ വേരുറപ്പിക്കാനുള്ള ഒരു ഒരു ഉണർവാണ്. ആത്മീയതയിലേക്ക് വേരുറച്ച് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും പ്രവർത്തനങ്ങളും അനുഗ്രഹങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീന പത്രോസ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പൈൽസിൻ്റെ അസുഖമാണ് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ സൗഖ്യപ്പെടുത്തി കൊടുത്തത്. പിന്നീട് പാമ്പിൽ നിന്നും സംരക്ഷണവുമെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ സംരക്ഷണവും സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മകൻ്റെ വിവാഹം. വർഷങ്ങളായിട്ട് ഈ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു മകനൊരു നല്ല ജീവിത പങ്കാളിക്ക് ലഭിക്കുവാനായിട്ട്. അതുപോലെ തന്നെയാണ് മെയ് 23 പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ അനുഗ്രഹത്താൽ ഈ മക്കൾ ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടിയിൽ ദൈവത്തിൽ വേരുറപ്പിക്കുമ്പോൾ പ്രശ്നങ്ങൾക്കിടയിലും നിലനിൽക്കുവാനുള്ള ശക്തിയും ധൈര്യവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിലെ ദൈവ സാന്നിധ്യം നമുക്ക് ഉറപ്പുണ്ട്. നമുക്കും ഉടമ്പടിയിലൂടെ ദൈവകൃപ ലഭിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. റീന പത്രോസിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിനും മകന് ലഭിച്ച ജീവിത പങ്കാളിക്കും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും ആ ഉടമ്പടിയിലുള്ള ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ടും എല്ലാം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.